കടലിനപ്പുറം കരയുണ്ടെന്നും ഇരുളിനപ്പുറം പുലരിയുടെ പൊൻവെളിച്ചമുണ്ടെന്നും മരണത്തിനപ്പുറം നിത്യജീവനുണ്ട് എന്നും ഒപ്പം കുരിശിനപ്പുറം ഉത്ഥാനമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഉത്ഥാന തിരുനാളും. ഏവർക്കും ഉത്ഥിതനായ ഈശോയുടെ ഉത്ഥാന തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ വലിയ സ്നേഹത്തോടെ വലിയ സന്തോഷത്തോടു കൂടി നേരുകയാണ്. ഈശോയുടെ ഉത്ഥാന അനുഭവം നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കാനായിട്ട്, അതിൻ്റെ വലിയ സമാധാനത്തോടു കൂടി ജീവിക്കാനായിട്ട് ഉത്ഥിതനായ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. 2000 റോമൻ കുരിയായെ ധ്യാനിപ്പിക്കാൻ വന്നത് വിയറ്റ്നാമിൽ നിന്നുള്ള വാൻ തുവാൻ എന്നുള്ള മെത്രാനാണ്. നീണ്ട 13 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട, സൂര്യപ്രകാശം പോലും ലഭിക്കാതെ തടവ് ശിക്ഷയ്ക്ക് വിധേയനായ ഒരു മെത്രാനച്ചനാണ് വാൻ തുവാൻ എന്നുള്ള മെത്രാൻ. റോമൻ കുരിയായെ ധ്യാനിപ്പിക്കാനായിട്ട് വാൻ തുവാൻ എന്ന മെത്രാൻ വന്നപ്പോൾ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ എന്തിനെക്കുറിച്ചിട്ടാണ് ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്നത് എന്ന്. അതിന് മറുപടിയായിട്ട് വാൻ തുവാൻ എന്നുള്ള മെത്രാൻ തൻ്റെ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്: കഴിഞ്ഞ 13 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ടപ്പോൾ എൻ്റെ ഇടത് കൈയിൽ 3 തുള്ളി വീഞ്ഞും അതിലൊരു തുള്ളി പച്ചവെള്ളവും ചാലിച്ച്, വലതു കൈയിൽ ഏതാനും അപ്പത്തിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് വെച്ച് ഞാൻ വിശുദ്ധ കുർബാനയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ക്രൂശിതനായ ഈശോ എന്നെ പഠിപ്പിച്ചത്, എന്നെ പ്രേരിപ്പിച്ചത് പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ടാണ്. ഏത് സഹനത്തിനപ്പുറം സന്തോഷമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വിശുദ്ധ കുർബാനകളൊക്കെ എനിക്ക് സമ്മാനിച്ചത് എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദുഃഖവെള്ളിയുടെ കന്മുദവും പേറി നമ്മൾ യാത്ര ചെയ്ത് ഉത്ഥാന തിരുനാളിൽ എത്തി നിൽക്കുമ്പോൾ ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഏത് സഹനത്തിനും സങ്കടത്തിനപ്പുറം നമ്മളെ കാത്തുവെച്ചിട്ടുള്ള, നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു സന്തോഷമുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ബോധ്യം നമ്മളിൽ എന്തുമാത്രം ദൃഢമാകുന്നുവോ അത്രമാത്രം സന്തോഷത്തോടുകൂടി ദൈവാനുഗ്രഹത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് പലപ്പോഴും ഉത്ഥിതനായ ഈശോയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ നിറയാത്തത് കൊണ്ട് എന്താണ്, ഞാൻ ചെല്ലുന്ന ഇടങ്ങളെല്ലാം സങ്കടങ്ങളുടെ ഇടമായിട്ട് മാറുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും സങ്കടങ്ങളും വേദനകളും കണ്ണുനീരുകളൊക്കെ ഉണ്ടാകും. അവിടെയൊക്കെ ഉത്ഥിതനായ ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു സന്തോഷമുണ്ട്, നമുക്ക് നൽകുന്ന സമാധാനമുണ്ട്. അത് രുചിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. വിശ്വാസത്തോടു കൂടിയിട്ട് സഹനങ്ങളിൽ എന്നെ കൈപ്പിടിച്ച് നടത്തുന്ന, എൻ്റെ സങ്കടങ്ങളിൽ എന്നെ വഴി നടത്തുന്ന, എൻ്റെ ഇടർച്ചകളിൽ തളർന്നു പോകാതിരിക്കാൻ എന്നെ താങ്ങുന്ന, എൻ്റെ സഹനങ്ങളിൽ എനിക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന ഈശോയുടെ അനുഭവം ഞാൻ എന്തുമാത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ആ അനുഭവം സ്വന്തമാക്കുമ്പോഴാണ് സമാധാനം, ഈശോ നൽകുന്ന സമാധാനം കൊണ്ട് എൻ്റെ ജീവിതത്തെ, എൻ്റെ കൂട്ടായ്മയെ നിറയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കുക. ഇന്ന് സഹനങ്ങളിൽ നമ്മൾ തകർന്നു പോവുകയാണ്, സങ്കടങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവിടെ ഉത്ഥിതനായ ഈശോയെ നമുക്ക് മുറുകെ പിടിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയും ശിഷ്യന്മാരും കൂടി കടലിലൂടെ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുക. വലിയ കാറ്റൂതുന്നു, വലിയ പേമാരി ഉണ്ടാകുന്നു, വലിയ അസ്വസ്ഥതകൾ, വലിയ സഹനങ്ങൾ ഉണ്ടാകുന്നു. അവിടെയൊക്കെ ശിഷ്യന്മാരെ അസ്വസ്ഥരാകുമ്പോൾ ശിഷ്യന്മാരുടെ അടുത്ത് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മകളെ, നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? സഹനങ്ങളിൽ സങ്കടങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തേണ്ടത് ഉത്ഥിതനായ ഈശോയോടുള്ള വിശ്വാസമാണ്. ശിഷ്യന്മാരുടെ അടുത്ത് ഈശോ ചോദിക്കുന്നില്ലേ, മകളെ, നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? നമ്മുടെ സഹനങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ തകർത്ത് കളയില്ല, പകരം താങ്ങുമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിലാണ് നമ്മളെ ജീവിക്കുന്നത്.
ആ വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഉത്ഥിതനായ ഈശോ നമുക്ക് നൽകാനായിട്ട് പോകുന്നത്. മക്കളെ, എൻ്റെ സമാധാനം നിന്നോട് കൂടെ എന്നുള്ള ആശ്വാസവചനമായിരിക്കും. പ്രിയമുള്ളവരെ, ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവനിലുള്ള വിശ്വാസം എൻ്റെ സഹനങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ കണ്ണുനീരുകളിൽ അവൻ എന്നെ തകർക്കില്ല, പകരം താങ്ങുമെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഈശോ ചോദിക്കുന്നില്ലേ, സ്ത്രീയെ എന്തിനാ നീ കരയുന്നത് എന്ന്. സഹനങ്ങളിലെ, സങ്കടങ്ങളിലെ, വേദനകളിലൊക്കെ ഈശോ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ എന്തിനാ കരയുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കണ്ണുനീരുകളെ നമുക്ക് തുടച്ചു മാറ്റാം. എന്നെ താങ്ങുന്ന, എന്നെ പോറ്റുന്ന, എന്നെ വളർത്തുന്ന, എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവമാണ് എനിക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ചത്. വേദനകൾ സഹിക്കുകയോ മാത്രം ചെയ്ത ഒരു ദൈവമല്ല എനിക്കുള്ളത്, മറിച്ച് സഹനങ്ങളെ അതിജീവിച്ച് ഉത്ഥാനം ചെയ്ത ഒരു ദൈവമാണ്. ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളെ, സങ്കടങ്ങളെ ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവനുള്ള വിശ്വാസത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓർക്കുക, കടലിനപ്പുറം കരയുണ്ട്, ഇരുളിനപ്പുറം പുലരിയുടെ പൊൻവെളിച്ചമുണ്ട്, മരണത്തിനപ്പുറം നിത്യജീവിതമുണ്ട്, കുരിശിനപ്പുറം ഉത്ഥാനവുമുണ്ട്. ഈ ബോധ്യത്തോടു കൂടി ജീവിക്കാൻ ഈ ഉത്ഥാന തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ. ഉത്ഥിതനായ ഈശോയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ വലിയ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും നേരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉത്ഥിതനായ ഈശോയുടെ അനുഗ്രഹവും നമ്മളോടും നമ്മളുടെ കുടുംബങ്ങളോടും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടുകൂടി ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.